മോണിക്ക ആൽക്കോബേവ് ലിമിറ്റഡ്. കമ്പനി സ്റ്റാർട്ടായത് 2015-ലാണ്. കമ്പനി മെയിനായിട്ട് ആൽക്കഹോളിക് ബിവറേജുകളുടെ ഇമ്പോർട്ടും അതുപോലെ ഡിസ്ട്രിബ്യൂഷനുമാണ് നടത്തുന്നത്. ഇപ്പം നമുക്ക് മെയിനായിട്ട് ഏറെക്കുറെ 70-ൽ കൂടുതൽ ബ്രാൻഡുകൾ അവരെ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടിൽ നടത്തുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് ബ്രാൻഡുകളായ റെമി മാർട്ടിന്, അതുപോലെ അബ്സെൻറ്റെ, അതുപോലെ തന്നെ ബുഷ് ഹിൽസ്. സോ ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടിങ് എന്ന് പറയുന്നത്. ഇനി IPOയെ പറ്റി പറയുമ്പം IPOയുടെ സൈസ് എന്ന് പറയുന്നത് 165 കോടിയോളമാണ്. അത് തന്നെ അവർ HNI സെക്ടറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. HNI എന്ന് പറയുമ്പം ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിവുള്ള ഇൻഡിവിജ്വൽസിനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ IPOയുടെ ഡേറ്റ് വരുന്നത് ജൂലൈ 16-നാണ് ഓപ്പൺ, ജൂലൈ 18-നാണ് ക്ലോസിംഗ് ഡേറ്റ്. അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 21-നാണ്. റീറ്റെയിലേഴ്സിൻ്റെ പോർഷൻ അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്നത് ഏറെക്കുറെ 32% അടുത്താണ്. കമ്പനിയുടെ കറൻറ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ലിസ്റ്റ് അയക്കുന്നത് ഇപ്പം 0%. അത് മൂവ് ആയി തുടങ്ങിയതേ ഉള്ളൂ. കാരണം IPO ഇൻട്രൊഡ്യൂസ്ഡ് ആയി വരുന്നതേ ഉള്ളൂ, ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളതുകൊണ്ട്. കമ്പനിയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 271-നും 286-നും ഇടയ്ക്കാണ്. 400 ഷെയറുകളായിരിക്കും ഒരു ലോട്ടിലുള്ളത്. എന്നാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 800 ഷെയറുകളുള്ള 2 ലോട്ടുകളായിരിക്കും. അതിൻ്റെ ഏറെക്കുറെ തുക എന്ന് പറയുന്നത് 2,16,800 രൂപയോളം വരും. ഇനി കമ്പനിയുടെ കുറച്ച് ഫൈനാൻഷ്യൽ ഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2023-ൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 140 കോടിയും 2024-ൽ 191 കോടിയും 2025-ൽ 238 കോടിയും ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023-ൽ 13 കോടിയും 2024-ൽ 16.6 കോടിയും 2025-ൽ 23.11 കോടിയുമായിട്ടുണ്ട്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറും അല്ല. എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്